നല്ല രസമുണ്ടല്ലേ? എന്റെ ചേട്ടാ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാതെ എന്നെ ഒന്ന് സഹായിച്ചൂടെ ചേട്ടന്? നിന്നെ ഈ വീട്ടിൽ ശരിക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഞാനാണ്. നീ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നും വിടാതെ ഞാൻ കഴിക്കാറില്ലേ? വേസ്റ്റ് ചെയ്യാറുണ്ടോ? ചേട്ടൻ മാത്രമല്ല പിങ്കിയും ഉണ്ട്. ആ അപ്പൊ നമ്മളതൊരു സ്നേഹം നിനക്ക് പ്രത്യേകിച്ച് വേണ്ടതാണ്. ചേട്ടാ ഇതൊന്ന് പൊളിച്ചു ചേട്ടാ. ഉള്ളിയാ എന്നാ തലവേദന എടുക്കണം. തലവേദന എടുക്കണമെന്ന്. ഹായ്, നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഉള്ളി വിളിക്കാൻ വേണ്ടി. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എന്ത് മാഡം? എന്ത് അല്ല, സുഖാന്വേഷിക്കാൻ വന്നായിരിക്കും. അതെ, എനിക്ക് ഈ പഠിത്തത്തിന്റെ തിരക്ക് കയറുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര സ്വസ്ഥതയായിരുന്നു കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പഠിത്തത്തിന്റെ ഇതൊക്കെ കൊള്ളാം. മാർക്ക് വരുമ്പോഴാണ്. മാർക്ക് വല്ലതും കുറവാണെങ്കിൽ ചട്ട് ഇങ്ങനെ പഠിപ്പിച്ചില്ല ചന്തിക്ക് വെച്ചേരും പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ തമാശ അങ്ങോട്ട്. അയ്യോ തമാശയൊന്നുമല്ല, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ പിങ്കി. കുഴപ്പം നടക്കാതെ വിചാരിക്കേ വേണ്ട. പക്ഷെ ഞാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ നന്നായിട്ട് പഠിക്കും. ആണോ? ആ പഠിച്ചാൽ നിനക്ക് കൊള്ളാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എന്ത് പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന? എന്റെ ദൈവമേ, എനിക്ക് ദൂലാത്തി കൂടി ഇപ്പൊ ഇതിന്റെ അടുത്ത് ചോദിക്കണോ? വലിയ കഷ്ടമല്ലേ ഇതൊക്കെ? നിർത്തിയാ ഉള്ളി പൊളിക്കണത്? അല്ല, ഒരു ഉള്ളിയിലേ വിളിക്കാൻ പറഞ്ഞു. എന്തോ ചേട്ടാ അങ്ങോട്ട് പൊളിച്ചതാ. ഇങ്ങോട്ട് പിടി. അപ്പച്ചി നമ്മൾ എന്ത് പറഞ്ഞിട്ട് പോയാ? നമ്മൾ എന്തൊക്കെയാ പഠിത്തവും കാര്യങ്ങളും. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ നൈസായിട്ട് മുങ്ങി. പതിവില്ലാതെ ഭയങ്കര പഠിത്തമായിരുന്നു അവിടെ റൂമില്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ആ ഒരു വിചാരം വന്നിട്ടുണ്ട്, മനസ്സിലായി, പഠിക്കാനുള്ള. അങ്ങനെ ഇരിക്കട്ടെ, പഠിക്കട്ടെ. അല്ലെങ്കിൽ പഠിക്കണം കേട്ടോ. പഠിച്ചാലേ ജീവിതത്തിൽ വലിയ ആളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചേട്ടനെ പോലെ ആയിപ്പോലെ. പഠിക്കുന്ന സമയത്ത് ഞാൻ പുലിയായിരുന്നു. പുലി അറിയാമോ? എന്തോ പുലി അക്ഷരം മാറിപ്പോയി. പൂ അല്ല എലി. എന്തോന്നല്ലി? ആ പിന്നെ പുലി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയാതെ എലിയെ പോലെയാണ് ചേട്ടൻ നിൽക്കണം. ആ അതെന്റെ വിനയ കുനയതാ. മതി മതി, നീ ഇതും പറഞ്ഞ് നിങ്ങൾ കാട് കയറിപ്പോട്ടെ. നീ ഒറ്റയ്ക്കൊന്ന് പൊളിച്ചത് നല്ല ആവശ്യം. പുലി 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 എലിയൊക്കെ പോയി. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? പുളി. ഓ വേണ്ടായിരുന്നു. ഹലോ, കുറെ നേരം ആയല്ലോ ഇങ്ങനെ ഉലാത്താൻ തുടങ്ങിയിട്ട്. എന്താണ് നിന്റെ പ്രശ്നം? ഡി സത്യം പറ, ഞാൻ നിന്നെ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. നിനക്ക് എന്തോ ഉണ്ട്, കാര്യം പറ. ചേച്ചി എന്താണ്? അതെ, എന്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിനക്കും അത്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എടി നീ കാര്യം പറ. ഞാൻ പറയാം, പക്ഷെ നീ ആരടുത്തും പറയൂലെന്ന് പ്രോമിസ് ചെയ്യണം. എടി കാര്യം എന്താന്ന് പറ, എന്നിട്ടല്ലേ പ്രോമിസ് ചെയ്യുന്നതും ചെയ്യാത്ത. അല്ല, നീ പ്രോമിസ് ചെയ്താലേ ഞാൻ കാര്യം പറയുള്ളൂ. ഓ പ്രോമിസ്. അയ്യോ, അത് കള്ള പ്രോമിസ്. അങ്ങനല്ല, ഇങ്ങനെ വെക്ക്. പിങ്കി പ്രോമിസ് പോരെ? അടുത്ത് പറയില്ലല്ലോ. ആ പറയില്ല, പറ. അതെ, എന്റെ മാർക്ക് വന്ന. ഓ കുറഞ്ഞു കാണുമായിരിക്കും. അതിനിപ്പോ ഞാൻ എന്ത് വേണോന്ന്? അതല്ല. ശരി, നിനക്ക് എത്ര മാർക്ക് കിട്ടി? 23 മാർക്കാ? പിന്നെ എന്തോന്ന്? 13. പിന്നെ താഴെ 3 മാർക്കാ? എത്രയ്ക്ക്? 30. 30-ന് 3 മാർക്കാ? നീ പഠിച്ച് എങ്ങോട്ട് പോണു വിങ്കി? ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഞാൻ ഒന്നാമത് മാനസികമായിട്ട് തളർന്നിരിക്കണം. നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ചേച്ചി. എന്തെങ്കിലും ചെയ്യണ വെച്ച് ടീച്ചർ പറഞ്ഞു പാരന്റ്സിന്റെ ഒപ്പിട്ടോണ്ട് വരണമെന്ന്. ഞാൻ ഈ മാർക്കും കൊണ്ടുവന്ന് അപ്പൂന്റെ അടുത്ത് അപ്പച്ചയുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒപ്പിട്ട് തരൂല. അതെന്തായാലും തരില്ല, 2 തല്ലും തരും. ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയച്ചു. എന്ത് വെച്ച് നിനക്ക് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി. എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി നീ എന്ത് ചെയ്യും? ശ്വാസം വിട്. എടി ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യാനാണ്? പാരന്റ്സിന്റെ സൈനേ ഇടാൻ പറ്റുള്ളൂ. എനിക്ക് സൈൻ ചെയ്ത് തരാനും പറ്റൂല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യ്. എന്ത് ചെയ്യേ?
നിന്റെ ഇത് പേപ്പർ ഇങ്ങട്. അല്ല ഞാൻ ഈ സഹായിച്ചൊക്കെ തന്നിട്ട് എനിക്കെന്ത് ഗുണം? എനിക്കത് നന്ദി ഉണ്ടാവും. നന്ദി എടുത്ത് പോക്കറ്റ് വെച്ചിരുന്നാ മതി. ആ തോന്നു. ആ ഇവിടെ. അയ്യോ ടീച്ചറിന് ദേതോന്ന് ഇട്ട് കൊടുത്തായിരിക്കും 3 മാർക്ക്. ഇതിനകത്ത് ഒന്നുമില്ലല്ലോടി. ഉണ്ടടി, ഇതാ 1 മാർക്കിനുള്ള ചോദ്യം ഞാൻ കറക്റ്റായി. എനിക്ക് മാത്രമേ കറക്റ്റായോ. നീ പഠിപ്പിച്ച സമയത്ത് എവിടെ പോയിരുന്നു? എടി അതെന്താന്നറിയോ, എന്ത്? ഞാൻ ഉണ്ടല്ലോ ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നു. ഈ പോഷൻ അപ്പൊ ഞാൻ കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ടാണ്. അയ്യോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് മല മറിച്ചേനെ. അല്ല അങ്ങനെയല്ല, എടി എന്തേലും ചെയ്യടി. എന്തോടി? അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ എന്നും നിന്റെ ഒരു അടിമയെ പോലെ കൂടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ? എടി സത്യം. മാറ്റമൊന്നുമില്ലല്ലോ എന്നത്തെ പോലെ? ഇല്ല ഇല്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പിട അറിയാവോ? ആ ഒരു ഐഡിയ ഉണ്ട്. എന്തോ ഐഡിയ? നീ പേനതാ. പേന എന്തിനടി? നിനക്കിപ്പൊ എത്ര മാർക്കാണ് കിട്ടിയത്? 3 മാർക്ക്. എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കണം? എന്തിനാ നീ? ഇടി ഞാൻ നിന്നെ കുത്തിയതല്ല, പിന്നെ 3 മാർക്ക്. 3 മാർക്ക്. 3 മാർക്കിൽ ഒരു 0 കൂടി ഇട്ടാൽ എത്ര മാർക്കായി? 30 മാർക്ക് ആയല്ലോ. നമ്മൾ ഇതിനെ ഒരു 0 ചേർക്കും. അയ്യോ അതൊക്കെ തെറ്റല്ലേ? അയ്യോ തെറ്റല്ലേ? എല്ലാം ശരി മാത്രം ചെയ്യുന്ന ഒരു പാവം. അങ്ങനല്ല, പക്ഷെ നമ്മൾ ഈ പൂജ ഇട്ട് കഴിഞ്ഞാൽ അവര് ടീച്ചർ കണ്ടുപിടിക്കൂലേ? എടി മന്ദബുദ്ധി, പൂജ ഇടുക, ഇട്ടിട്ട് നമ്മള് പാരന്റ്സിന്റെ സൈൻ വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ പൂജ അങ്ങ് നമ്മള് റബ്ബർ ഇട്ട് മാച്ച് കളയുന്നു. അങ്ങനെ റബ്ബറൊക്കെ ഉണ്ടല്ലേ? നീ മാഷി വാങ്ങിക്കുന്ന റബ്ബറൊക്കെ ഉണ്ട്. ലൈറ്റ് ആയിട്ടൊരു പൂജ ഇടാ. നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്ന? പിന്നല്ല റിംഗ് ആരാ മോള്. ഞാൻ ഇപ്പൊ പേന എടുത്തുതരാം. എവിടെ എന്റെ പേന? റെഡ് പെൻ ഉണ്ട്, റെഡ് പെൻ. ഒപ്പിടല്ല, പൂജയൊക്കെ ഇടാ. അതുപോലെ ഇടണേ, മാറല്ല. ഇപ്പൊ ചിലപ്പം ആ പൂജത്തിന്റെ വെച്ച് കണ്ടുപിടിക്കും. ഈ സ്മരണയൊക്കെ എന്നും വേണം. എടി ഉണ്ടാവൂടി. വിറപ്പിക്കല്ലേ. സോറി 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 സോറി. എടി ഇവിടെ ഇങ്ങനെ ഒരു വളമുണ്ട്. ഇവിടെ എടി വളവൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ കണ്ട. ഇതാരും മനസ്സിലാക്കും. മാച്ചി തരണേ. ശരി, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോയി ഒപ്പിടിപ്പിച്ചിട്ട് വരാം. ഓക്കെ. കാല ബുദ്ധിയെ എനിക്ക് എന്ത് ചെയ്യാം.